ശ്രീനാരായണൻ നമ്പൂതിരിയിലേക്ക് പോവുകയാണ്. ശ്രീനാരായണൻ നമ്പൂതിരി, ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നത് BJP ഉന്നയിക്കുന്ന സാമ്പത്തിക ലാഭം നോക്കേണ്ടതില്ല, അതൊരു സാമ്പത്തിക ലാഭമല്ല എന്നുള്ളതാണ്. പിന്നീടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ അതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് കാലാവധി തികയ്ക്കാൻ കഴിയാതെ, ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ പിന്നീടുള്ള ഭരണ സംവിധാനം എപ്രകാരമായിരിക്കും എന്നുള്ളത് ഇത് രണ്ടും ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഒന്ന് സിക്കിമിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ BJP ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു വസ്ത്രം, ഒരു ഭക്ഷണം, ഒരു പ്രധാനമന്ത്രി എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി മതി, രണ്ട് പ്രധാനമന്ത്രിമാർ ആയിരുന്നു ഈ BJP അധികാരത്തിൽ വരുന്നവരെ ഉണ്ടായിരുന്നത്. കാശ്മീരിന് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പണ്ട്, ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉള്ളതല്ല. BJP അത് പറ്റില്ല. ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി മതി, ഒരു രാജ്യത്ത് ഒരു നിയമം മതി, രാജ്യത്ത് ഒരു ഭരണഘടന മതി, രാജ്യത്തിന് ഒരു പതാക മതി എന്നൊക്കെയുള്ളത് ശരിയാണ്. അത് പാർട്ടിയുടെ ഒഫീഷ്യൽ നിലപാട് തന്നെയാണ്. ഇനി ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഭാഷ എന്ന് എവിടെയെങ്കിലും BJP പറഞ്ഞിട്ടുണ്ട്. BJPയുടെ ഭരണകാലത്താണ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മാതൃഭാഷയ്ക്ക് ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ പ്രദേശത്തെയും മാതൃഭാഷയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ച് ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും അവരൊന്നും ഭരിച്ചപ്പോ ഈ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോ മാതൃഭാഷയിൽ ടെക്സ്റ്റുകൾ തയ്യാറാക്കി മാതൃഭാഷയിൽ പഠിപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനമെടുത്തോ? ഒരു രാജ്യം ഒരു ഭാഷ ആണ് BJP അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവർ ഇന്ന് ഹിന്ദിയിലും മെഡിക്കൽ ടെക്സ്റ്റുകളുണ്ട്, തമിഴിൽ മെഡിക്കൽ ടെക്സ്റ്റുകളുണ്ട്. മാതൃഭാഷ പഠിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാക്കിയ ഭരണ സംവിധാനമാണ് BJPയുടേത്. അങ്ങനെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജുകളടക്കം പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയ ഭരണ നിലപാടുകൾ സ്വീകരിച്ച ഒരു ഭരണ സംവിധാനത്തിനെതിരെ ഇതൊരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണെന്ന് ശരിയാണ്. ഞങ്ങൾ പറഞ്ഞ ഒരു രാജ്യത്ത് ഒരു റേഷൻ കാർഡ് മതി, ആ റേഷൻ കാർഡുമായി ഇന്ത്യയിൽ എവിടെ ചെന്നാലും റേഷൻ കിട്ടണമെന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കി. ഒരു രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കുടിവെള്ളം എത്തിക്കണമെന്ന് പറഞ്ഞു, കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിന് ഫണ്ട് അലോട്ട് ചെയ്യുകയും വീടുകളിൽ കുടിവെള്ളം എത്തിക്കുകയും ചെയ്തത് ഞങ്ങളാണ്. ഒരു രാജ്യത്ത് ഒരു പവർ ഗ്രിഡ് മതി, ഏറ്റവും പ്രധാനമാണ്. ഒരു രാജ്യത്ത് ഒരു പവർ ഗ്രിഡ് മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ മുഴുവൻ വൈദ്യുതി വിതരണവും ത്തിലും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയതും നടപടികൾ സ്വീകരിച്ചതും BJP ഭരണകൂടമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലാം ഒന്നായി കാണണം. ഒന്നായി കാണുന്നതോടൊപ്പം രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തുകയും വേണം. രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടിയാണ് മാതൃഭാഷകൾക്ക് പരമാവധി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ഓരോ നാടിന്റെയും സാംസ്കാരിക തനിമ നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികൾ, ഇതെല്ലാം നടപ്പിലാക്കിയത് ഒരു രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഇപ്പൊ സൂചിപ്പിച്ചു 30% GDP. സർ, ഈ നമ്മുടെ ഫിനാൻസ് കമ്മീഷനും നമ്മുടെ ഈ സാമ്പത്തിക വിതരണത്തിന്റെ നടപടികളും എല്ലാം സ്വീകരിച്ചത് ഉണ്ടാക്കിയത് ആരുടെ കാലത്താണ്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഭരിക്കുമ്പോഴല്ലേ? കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാരായിരുന്നല്ലോ പലവട്ടവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലെയും വിദഗ്ധന്മാരായിട്ടുണ്ടായിരുന്നവർ. ഫിനാൻസ് കമ്മീഷനിൽ ഇരുന്നവർ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന്മാരായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എന്നാൽ ആ സമയത്ത് ഇത്തരം ഒരു ഈ ഭരണ നടപടികളിലൂടെ ജനസംഖ്യ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ സംസ്ഥാനത്തിന് പരിഹരിക്കണമെന്ന് ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിങ്ങൾ സംസ്ഥാനത്തിന്റെ അധികാരം കവർന്നു എന്ന് പറയുന്ന BJPയുടെ അധികാരത്തിൽ വരേണ്ടി വന്നല്ലോ? 41% ഈ കേന്ദ്ര വരുമാനത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്കാക്കാൻ. അത് കേന്ദ്രത്തിന്റെ BJPയുടെ സർക്കാരാണല്ലോ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒരു ഭാഗത്ത് BJP കേന്ദ്ര ഭരണകൂടം സംസ്ഥാനങ്ങളെ, അത് ഏത് പാർട്ടിയെന്ന് നോക്കാതെ സംസ്ഥാനങ്ങളെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ, അതിനാവശ്യമായ നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെയും എതിർക്കുകയാണ്, അതിനെതിരെയും പ്രചരണം നടത്തുകയാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് ബഹുസ്വരതയാണെന്ന് പറഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ ഒറീസയിൽ BJPക്ക് 11 സീറ്റ് കിട്ടി ലോക്സഭയിലേക്ക്. പക്ഷെ അസംബ്ലിയിൽ ഞങ്ങൾക്ക് 7 സീറ്റിൽ ഒതുങ്ങി. ഒരേ സമയത്താണ് ഒറീസയിൽ ലോക്സഭയിലും അസംബ്ലിയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്.
ലോക്സഭയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ബിജു ജനതാദളിന്റെ BJD-യുടെ ഒപ്പം സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. അസംബ്ലിയിൽ ഞങ്ങൾ 10-ൽ താഴെ 2 അക്കം കടന്നില്ല. അപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഒരു വട്ടം ഒരുമിച്ച് നടന്നു എന്നുള്ളത് കൊണ്ട് ലോക്സഭയിൽ കിട്ടുന്നത് പോലെ തന്നെ അസംബ്ലിയിൽ കിട്ടുന്നതൊന്നുമില്ല. ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കേവലം 15 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പാണല്ലോ. ലോക്സഭയിലെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ കക്ഷികൾ ആകെ 50-ൽ താഴെ അല്ലെങ്കിൽ 50-നടുത്ത് സീറ്റുകൾ മാത്രം ജയിച്ച 288. 233 BJP മുന്നണി ജയിച്ച മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന നന്ദേഡ് ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക്. ആ നന്ദേഡ് മണ്ഡലത്തിലെ 6 അസംബ്ലി മണ്ഡലങ്ങൾ BJP ജയിച്ചു. 6 അസംബ്ലി മണ്ഡലങ്ങൾ. പക്ഷെ ലോക്സഭയിൽ BJP തോറ്റു. ഒരുമിച്ച് നടന്ന അതിൽ അസംബ്ലിയിൽ 6 മണ്ഡലവും ജയിച്ചത് NDA മുന്നണി. പക്ഷേ ലോക്സഭയിലേക്ക് ഇന്ത്യ മുന്നണി. അപ്പോ ലോക്സഭയും അസംബ്ലിയും ഒരുമിച്ച് നടന്നാൽ ഒരേപോലെ ജനം വോട്ട് ചെയ്യും എന്ന് പറയുന്ന ശരി. അതോടൊപ്പം ശ്രീ നാരായണൻ നമ്പൂതിരി ഒരു ചോദ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സർക്കാരിനെ കുറിച്ച് എന്ത് ചെയ്യും എന്നുള്ളത്. പറയാം. അത് ഒന്ന്, അതിന്റെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. ശരിയാണ്, ശരിയാണ്. ഇന്ത്യ പോലെ പല രാജ്യങ്ങളിലും പ്രാദേശിക കക്ഷികൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ സംവിധാനമുള്ളപ്പോ ഭരണകൂടത്തിന്റെ സ്ഥിരത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പിന്തുണ അങ്ങനെ പിന്തുണ പിൻവലിച്ചാൽ ഭരണ സംവിധാനം അട്ടിമറിക്കപ്പെടാം, പുതിയ ഭരണ സംവിധാനം ഉണ്ടാകാതെ ഇതൊരു ഭയമാണ്, അടിസ്ഥാനമുള്ള ഒരു സംശയം തന്നെയാണ്. ബില്ല് വരുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതെ, അത് തന്നെയാണ്. ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിക്കുമ്പോൾ തുറന്ന ചർച്ചയാണ്. സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിടണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഒരു സമവായത്തിലെത്തിയേ മതിയാകുകയുള്ളൂ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം.